സമയം ഇപ്പോൾ 6:45 ഉള്ളൂ. പക്ഷെ മാനത്ത് നോക്കുമ്പോൾ നല്ല മഴക്കോളുണ്ട്. ഈ മഴക്കോളും പിടിച്ച് നിങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ബാഗ് എടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഈ ഒരു സ്കൂൾ ഓപ്പണിങ്ങിന് പാവപ്പെട്ട വീട്ടിലൊരു കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മളൊരു കൊച്ചിന് ബാഗ് വാങ്ങിച്ചു കൊടുത്തു. ഇത് രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബാഗ് എടുക്കാൻ നമ്മളിവിടെ വന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞാണ് കേട്ടോ. അതുകൊണ്ട് അവൾക്ക് ഡോറയുടെ ഇമോജി വരുന്ന ബാഗ് കേട്ടോ നമ്മൾ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ ബാഗ് വാങ്ങിച്ച എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് വാറണ്ടി കാർഡൊക്കെ തരും. ഈ ഒരു വർഷത്തിനിടയ്ക്ക് ബാഗിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ കാർഡോട്ട് ആര് വന്നാലും അവർ ആ ഡാമേജ് ഒക്കെ ശരിയാക്കി കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കുറച്ച് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ വന്നപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വാർഡിലെ ആശാ വർക്കറായ മായ ചേച്ചി ആട്ടോ വിളിച്ചത്. കാരണം പുള്ളിക്കാരിക്ക് നമ്മുടെ വാർഡിലുള്ള ഏകദേശം എല്ലാ കുടുംബങ്ങളെ കുറിച്ചും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചൊക്കെ അറിയാമല്ലോ. അപ്പം ചേച്ചിയുടെ സഹായത്തോടു കൂടി അർഹതപ്പെട്ട കൈകളിൽ തന്നെ നമുക്കിത് എത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിനെ വിളിച്ചു, കുറച്ച് കുട്ടികളുടെ പേര് പറഞ്ഞു. അപ്പോൾ അവരെ വിളിച്ചിട്ട് അവർക്ക് ഏതൊക്കെ ബുക്കാണ് വീണുന്നത് അതിന്റെ ലിസ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി അത് വാങ്ങിച്ച് നമുക്ക് തന്നു. ഇത് ആർക്കാ കൊടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. നമുക്ക് പേഴ്സണലി ഒട്ടും അറിയാത്ത കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത്. അവർക്കും നമ്മളെ അറിയത്തില്ല. കൊച്ചിനെ നേരത്തെ പുറത്ത് ഉറക്കി. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ തന്നെ എത്തിക്കണം. കാരണം നാളെ ഞായറാഴ്ചയാണ്. ഈ ഒരു ദിവസം മാത്രമേ നമുക്ക് ഉള്ളൂ. കാരണം തിങ്കളാഴ്ചയാണല്ലോ സ്കൂൾ ഓപ്പണിങ്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പല വീടുകളിൽ കുഞ്ഞുങ്ങളുടെ ലിസ്റ്റാണ് തന്നത്. അപ്പോൾ ആ ലിസ്റ്റ് അനുസരിച്ച് നമ്മളിത് സെപ്പറേറ്റ് ആക്കി മാറ്റണം. കാരണം കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ നമ്മൾ ഒരുമിച്ചാണല്ലോ വാങ്ങിച്ച് കൂട്ടിയത്. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി മാറ്റുന്നത് ഒരു ജോലിയാണ്. അപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്നത് വരെ ഏതാണ്ട് ഒരു 12-12:30 ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ശേഷം അവൻ ഉറങ്ങിയിട്ട് ഇത് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ അവൻ ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ ബഹളം വെക്കും, അല്ലെങ്കിൽ കരയും. അപ്പോൾ ഫുൾ അലങ്കോലാവും, അല്ലെങ്കിൽ കുളമാവും. അപ്പോൾ ബുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ അറിയത്തില്ലല്ലോ. കാരണം 1 ലൈൻ ഉണ്ട്, 2 ലൈൻ ഉണ്ട്, മാക്സിൻ്റെ ഉണ്ട്, വൈറ്റും ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബുക്കാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബുക്കാണ് വേണ്ടത്. അപ്പോൾ അവരുടെ ആവശ്യാനുസരണം നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊച്ചു ഉറങ്ങിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അവൻ ഉറങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. ശേഷമാണ് കേട്ടോ ഈ പാക്കിംഗ് ഒക്കെ തുടങ്ങിയത്. പിന്നെ നമ്മൾ ബുക്കിൻ്റെ കൂട്ടത്തിൽ അത് പൊതിയാൻ വേണ്ടിയിട്ട് ബ്രൗൺ പേപ്പർ, നെയിം സ്ലിപ്പ്, പിന്നെ ഒരു പേന, പെൻസിൽ, എറേസർ, ഇത് ഇത്രയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇതൊക്കെ എന്ത് എന്ന് തോന്നിയേക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് അർഹതപ്പെട്ട കൈകളിൽ കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റിയല്ലോ. പിന്നെ ഒരുപാട് പേര് ആരെ അറിയിക്കാതെ ഇങ്ങനെ രഹസ്യമായിട്ട് പലരെയും സഹായിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്കും പേഴ്സണലി അറിയാം. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് വെച്ച് നോക്കിയാൽ നമ്മൾ ഈ ചെയ്തതൊന്നും ഒന്നുമല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു കുഞ്ഞിനെ സഹായിക്കാൻ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഈ ഒരു സ്കൂൾ ഓപ്പണിങ്ങിന്റെ ലാസ്റ്റ് മൊമെന്റിൽ ഇതൊന്നും വാങ്ങിക്കാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സഹായിക്കുക. അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് തരാമെന്നുണ്ടെങ്കിൽ ഞങ്ങളും അർഹതപ്പെട്ട കൈകളിൽ എത്തിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ ഇത്രയുള്ളൂ.